11 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. വട്ടിയൂർ കാവുകാരി പ്രസവിച്ചു. 8ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു. ഇരുവർക്കും കോഴിക്കോട് മുക്കത്ത് സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന പരാതി. സ്കൂളിലെ കൗൺസിലറായി പ്രവർത്തിച്ച യുവതിക്ക് വിദ്യാർത്ഥികൾ വിവരം മറച്ചുവെച്ചതിന് തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ സ്കൂളിനെതിരെ പോക്സോ പ്രകാരം കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച വിവരം മറച്ചുവെച്ചതിനാണ് കേസ്. സ്കൂളിലെ +2 വിദ്യാർത്ഥി 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയാക്കി. അധ്യാപകൻ മൂലം വിദ്യാർത്ഥിക്ക് പീഡനം. ഇത്തരം കേസുകളെല്ലാം നമുക്ക് സുപരിചിതരായിരിക്കും അല്ലേ? എന്നാലും ഇതെല്ലാം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇന്നും സുരക്ഷിതരാണ്. ടെക്നിക്കൽ യുഗത്തിൽ കേട്ടുവരുന്നതൊന്നുമല്ല ഇത്തരം വാർത്തകൾ. അത് ടെക്നിക്കൽ യുഗത്തിന്റെ പ്രശ്നവുമല്ല. എന്തായിരിക്കും ഇതിന്റെയൊക്കെ മൂലകാരണം അഥവാ പ്രശ്നം? പൊതുവായ അവബോധം ഇവർക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്തോന്ന്. കുട്ടികൾക്കെതിരായ ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരിടാൻ ഇന്ത്യൻ പീനൽ കോഡ് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് 2012 പോക്സോ ആക്ട്. എത്ര പേർക്ക് ഇതിനെപ്പറ്റി അവബോധമുണ്ട്? അവബോധം എന്ന് പറയുമ്പോൾ എന്താണ് പോക്സോ ആക്ട് എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. ചലച്ചിത്രങ്ങളിലും മറ്റ് സീൻസിലും റീൽസിലും ഷോർട്ട് ഫിലിംസിലും നിങ്ങൾ തമാശ രൂപീകരണം കാണിക്കുന്ന പോക്സോ ആക്ട് അല്ല ശരിക്കുമുള്ള പോക്സോ ആക്ട്. അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് അവബോധങ്ങളുമുണ്ട്. ഇത് എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം? വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ, അശ്ലീല, ചൂഷണം, ദുരുപയോഗം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള സമഗ്രമായ നിയമമാണ് പോക്സോ നിയമം. 1992 ഐക്യരാഷ്ട്ര സഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷന്റെ അടിസ്ഥാനത്തിലാണിത് നടപ്പിലാക്കിയത്. ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഏതൊരറിവും ലോക്കൽ പോലീസിലോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് വിദ്യാർത്ഥികളാണോ, രക്ഷിതാക്കളാണോ, മാതാപിതാക്കളാണോ, അധ്യാപകരാണോ, ആരുമായിക്കോട്ടെ, നമുക്ക് ചുറ്റും നിൽക്കുന്ന എത്ര പേർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായി അറിയിക്കാം? തീർത്ത് പറയാം, ഇത്തരം കേസുകൾ ഉണ്ടാകുന്നത് മാനസിക നില തെറ്റിയിട്ടും മനോനില തെറ്റിയിട്ടും മാത്രമായിരിക്കില്ല. ഭ്രമിക്കപ്പെടുന്ന മറ്റു കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല. ഇതിൽ പ്രധാന ഘടകമായി ഒന്നുണ്ട്, ഇതിനെപ്പറ്റിയുള്ള അവബോധം ഇല്ലാത്തത് കൊണ്ട്. എനിക്ക് പറയാനുള്ളത് ശരിയാണ്. ഇപ്പോൾ ഒരു പോക്സോ രീതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടികളത് പുറത്ത് പറയാനായിട്ട് മടിക്കും. മാത്രമല്ല, കുട്ടികളുടെ പേരൻസിൻ്റെ അടുത്ത് പോലും തുറന്നു പറയാൻ മടിക്കുന്ന കുട്ടികളുണ്ട്. സ്കൂളുകാരുടെ കാര്യമാണെങ്കിലും കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിലും ചില സ്കൂളുകൾ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നോർത്ത് ഇക്കാര്യം പുറത്തു കൊണ്ടുവരാനായിട്ട് മടിക്കുന്നവരുണ്ട്. അങ്ങനെ ഇപ്പോൾ തുടർന്ന് ഒരുപാട് കേസുകളാണ് ഈ പോക്സോ നിയമത്തിലായിട്ട് വരുന്നത്. 2012 ഈ പോക്സോ നിയമം നിലവിൽ വരുന്നത്. കുട്ടികൾക്ക് ഇതിനിപ്പം തുടർച്ചയായിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രീതിയിലൊരു അവയർനെസ് കൊടുക്കുക. എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇതിനെപ്പറ്റി നല്ല രീതിയിലൊരു അവയർനെസ് കൊടുക്കുക. കാരണം കുട്ടികളുടെ സുരക്ഷ നമ്മളുടെ കയ്യിലാണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും കുട്ടികളുടെ സുരക്ഷയിൽ കുട്ടികൾക്കൊരു ഉറപ്പ് വേണം. ഇപ്പം ഞാൻ എൻ്റെ അധ്യാപകനോട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ഞാൻ അവരുടെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ് എന്നൊരു ഉറപ്പ് കുട്ടികൾക്ക് വരണം. ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കുട്ടികളാണെന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ വളർന്നു വരുന്ന ഈ ജനത എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും നൽകാൻ, അവർക്ക് വേണ്ടിയുള്ള അവർ അനുഭവിക്കുന്ന വേദനകൾ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ആദ്യം ഇത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് കുട്ടികളാണ്. അവർ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ അതെന്താണെന്ന് അറിയേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും കടമയാണ്. മാത്രവുമല്ല, അച്ഛനമ്മമാരും അധ്യാപകരും മറ്റ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സുഹൃത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോൾ അത് അറിയിക്കാനുള്ള ധൈര്യം അവർ നൽകാൻ കഴിയുന്നത് ഒരു സുഹൃത്തിനായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, നിങ്ങളുടെ രക്ഷിതാക്കളുടെ അടുത്ത് നിങ്ങൾ ഭയന്ന് അവസാനം നിങ്ങൾക്ക് നേരിട്ട ഒരു മോശം അനുഭവം നിങ്ങൾ അറിയിക്കുമ്പോൾ അവർക്ക് മുന്നിട്ട് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം രക്ഷിതാക്കൾക്ക് ഇതിനെപ്പറ്റിയുള്ള അവബോധം വേണം. സ്കൂളിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സ്കൂൾ മാനേജ്മെന്റിനോ അധ്യാപകർക്കോ കഴിഞ്ഞില്ലെങ്കിൽ അത് അവന്റെ തോൽവി തന്നെയല്ലേ? അതിനാദ്യം അവബോധം വേണ്ടതും അവർക്കാണ്. നിങ്ങൾ അറിയാതെ പോകുന്ന ഒരുപാട് സർവൈവൽ സ്റ്റോറീസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഉയർന്നു ശബ്ദങ്ങളാണ് ഇതിനെല്ലാം ഉത്തരം. നമുക്കൊരു അബ്യൂസ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ സിമ്പിൾ ആണെന്ന് തോന്നും, എന്നാ കഴിഞ്ഞാലും
ധൈര്യത്തോടെ അതിനെ നേരിട്ട് മുന്നിട്ട് നിയമം എന്താണ് ഇന്ത്യൻ ലോ നമുക്ക് തരുന്നത് അത് പ്രസന്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. If you or someone who you knows is experiencing this kind of abuse, please reach out your local child helpline or the authorities.